Hi everyone, welcome to Stardust Academy. ഞാൻ റോഷ്ന. നമുക്കിന്ന് റോയൽറ്റി അക്കൗണ്ട്സിൽ പഠിക്കാനുള്ളത് ജേർണൽ എൻട്രീസ് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സർ അല്ലെങ്കിൽ ലാൻഡ് ലോഡ് ആണ്. അപ്പോൾ ലാൻഡ് ലോഡിലെ ബുക്സിൽ വരുന്ന എൻട്രീസ്, പല സിറ്റുവേഷൻസിൽ വരുന്ന എൻട്രീസ് ആണ് ഇന്ന് പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇപ്പോൾ ജേർണൽ എൻട്രീസ് നമുക്ക് നോക്കാം. ഇപ്പോൾ ലെസ്സറിൻ്റെ ബുക്സിൽ എന്ന് പറഞ്ഞാൽ ലെസ്സർ ആണ് റോയൽറ്റി റിസീവ് ചെയ്യുന്ന ആളല്ലേ. അപ്പോൾ ലെസ്സർ അല്ലെങ്കിൽ ലാൻഡ് ലോഡ്, അപ്പോൾ അതിൽ ജസ്റ്റ് നമുക്ക് ഇതുവരെ ചെയ്തതിൻ്റെ റിവേഴ്സ് ആയിട്ട് വരും. അപ്പോൾ നമുക്ക് ആദ്യം മിനിമം റെൻ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ മിനിമം റെൻ്റ് ക്ലോസ് നമ്മൾ പറയുന്നില്ലെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യും, റോയൽറ്റി ഡ്യൂ ആവും, റോയൽറ്റി റിസീവ് ചെയ്യും. ഇതാണല്ലോ നമുക്ക് സംഭവിക്കുന്നത്. ഇപ്പോൾ റോയൽറ്റി ഡ്യൂ ആവുന്ന സമയത്ത് നമ്മൾ എൻട്രി എഴുതണം, ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എൻട്രി എഴുതാം. ലെസ്സിയുടെ കയ്യിൽ നിന്നാണല്ലോ നമുക്ക് റോയൽറ്റി റിസീവബിൾ ആവുന്നത്. ഇനി നമുക്ക് എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് ടു ലെസ്സി, നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങൾ ലെസ്സിയുടെ ബുക്കിൽ എന്താണ് പ്രിപ്പയർ ചെയ്തത് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്, നേരെ തലതിരിച്ചിട്ടാണ് വരുന്നത്. ഇപ്പം ബാങ്ക് ടു ലെസ്സി, ഇവിടെ ബാങ്ക് ടു ലെസ്സി വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ റിസീവ് ചെയ്യല്ലേ ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ആദ്യം എഴുതേണ്ടത്. ബാങ്ക് ടു ലെസ്സി, ലെസ്സിയുടെ കയ്യിൽ നിന്ന് നമുക്ക് പൈസ റിസീവ് ചെയ്യണം. നമുക്ക് എന്ത് ചെയ്യണം, റോയൽറ്റി നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം അല്ലേ. അപ്പോൾ റോയൽറ്റി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലാണ് ഇവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. മറ്റേ സ്ഥലത്ത് നമ്മൾ എവിടെയാണ് ട്രാൻസ്ഫർ ചെയ്തത്, പ്രൊഡക്ഷൻ അക്കൗണ്ട് അല്ലെങ്കിൽ ട്രേഡിംഗ് അക്കൗണ്ടിലാണ്. ബിക്കോസ് അവർക്ക് അത് പ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്ഷൻ അക്കൗണ്ടിൽ കാണിക്കണം. ഇവിടെ നമുക്ക് റിസീവബിൾ ആണ്, ഒരു ഇൻകം ആണ്, റിസീവ് ചെയ്യുന്ന ഒരു ഇൻകം ആണ്. അപ്പോൾ ഇൻകം നമ്മൾ എവിടെയാണ് കാണിക്കുക, സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ അല്ലേ. അതുകൊണ്ട് ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ റോയൽറ്റി റിസീവബിൾ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്താൽ മതി, ഈ റോയൽറ്റി പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നമുക്ക് അറിയാം ക്രെഡിറ്റ് സൈഡിലാണ് ഇൻകം എഴുതുന്നത്. അപ്പോൾ ആ എൻട്രി നമുക്കറിയാം. ഇനി രണ്ടാമത്തെ എൻട്രി പഠിച്ചു വെക്കാൻ പറ്റുമെങ്കിൽ, ഇപ്പോൾ രണ്ടാമത്തെ എൻട്രി ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബാങ്കിൽ നമുക്ക് പൈസ കിട്ടുവാണെങ്കിൽ ലെസ്സിയുടെ കയ്യിൽ നിന്ന് അല്ലേ, പൈസ കിട്ടുവാണെങ്കിൽ നമ്മൾ ആദ്യം റിസീവ് ചെയ്യുന്ന പാർട്ട് വെച്ച് ബാങ്ക് അക്കൗണ്ട് ആദ്യം എഴുതണം, പൈസ കൊടുക്കുവാണെങ്കിൽ ബാങ്ക് അക്കൗണ്ട് രണ്ടാമത് എഴുതണം. സിമ്പിളായിട്ട് അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ലെസ്സി എന്നുള്ള എൻട്രിയാണ്. അപ്പോൾ ലെസ്സി ഇവിടെ ക്രെഡിറ്റിലാണ് വരുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ എൻട്രിയിൽ അതുകൊണ്ട് ലെസ്സി ഡെബിറ്റിൽ നിന്ന് ആലോചിച്ചാൽ മതി, ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ. അങ്ങനെ എന്തെങ്കിലും ട്രിക്ക് വെച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ജേർണൽ എൻട്രീസ്. ഇനി നെക്സ്റ്റ് നമുക്ക് വെൻ ദർ ഈസ് എ ക്ലോസ് ഓഫ് മിനിമം റെന്റ് വിത്തൗട്ട് റൈറ്റ് ഓഫ് റീകൂപ്മെന്റ്. അപ്പോൾ അവിടെ റീകൂപ്മെന്റ് വരുന്നില്ല, റീകൂപ്മെന്റ് ഉണ്ടെങ്കിലും പക്ഷെ അത് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ റീകൂപ്മെന്റ് റിക്കവർ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നമുക്ക് ഷോർട്ട് വർക്കിംഗ് കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ. ഇഫ് ദ ലെസ്സി ഈസ് നോട്ട് പെർമിറ്റഡ് ടു റിക്കവർ ദ ഷോർട്ട് വർക്കിംഗ് ദർ ഈസ് നോ മീനിങ് ഇൻ ഓപ്പണിംഗ് എ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ട് ഓർ എനി അതർ അക്കൗണ്ട് ഇൻ ഇറ്റ്സ് പ്ലേസ്. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് അക്കൗണ്ടോ അല്ലെങ്കിൽ അതിന് പകരം വേറെ എന്തെങ്കിലും അക്കൗണ്ടോ ഒന്നും നമുക്ക് ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സർ. The entire amount of minimum rent is credited to royalty receivable account which is later transferred to profit loss account. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, മിനിമം റെന്റ് അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി നമുക്ക് റോയൽറ്റി റിസീവബിൾ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പിന്നെ അതെന്ത് ചെയ്താൽ മതി, നമുക്ക് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ചെയ്താൽ മതി. It means that the lessor need pass only those entries which are passed when there is no minimum rent account. ഇപ്പോൾ മിനിമം റെന്റ് അക്കൗണ്ട് ഇല്ലാത്ത സമയത്ത് നമ്മൾ എന്താണോ നോർമലി ചെയ്യുന്നത് അതേ എൻട്രീസ് തന്നെ ഇവിടെയും പാസ് ചെയ്താൽ മതി. അപ്പം അതല്ലാതെ വേറൊരു എൻട്രിയും പുതിയതായിട്ട് വരുന്നില്ല. റീകൂപ്മെന്റ് വരുമ്പോൾ മാത്രമേ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും എൻട്രീസ് വരുന്നുള്ളൂ. അതല്ലാതെ മിനിമം റെന്റ് അക്കൗണ്ട് ഉണ്ടെങ്കിലും മിനിമം റെന്റ് അക്കൗണ്ട് ഇല്ലെങ്കിലും നമ്മൾ പുതിയതായിട്ടൊന്നും പാസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ വരുന്നത് വെൻ ദർ ഈസ് പ്രൊവിഷൻ ഫോർ റീകൂപ്മെന്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. അപ്പോൾ റീകൂപ്മെന്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ് വരുവാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു റീകൂപ്മെന്റ് ഇല്ലാതെ നമുക്ക് മിനിമം റെന്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു വ്യത്യാസം വരുന്നില്ല. റീകൂപ്മെന്റ് വരുമ്പോൾ നമുക്ക് അവിടെ ചേഞ്ചസ് വരുന്നുണ്ട്. എന്താ ചേഞ്ചസ് നോക്കാം. ഇഫ് ദ മിനിമം റെന്റ് ഈസ് മോർ ദാൻ ദ ആക്ച്വൽ റോയൽറ്റി, മിനിമം റെന്റ് ആക്ച്വൽ റോയൽറ്റിനെക്കാട്ടി കൂടുതലാണെങ്കിൽ ദ എക്സസ് ഓഫ് മിനിമം റെന്റ് ഓവർ ആക്ച്വൽ റോയൽറ്റി ഈസ് ക്രെഡിറ്റഡ് ടു എൻ അക്കൗണ്ട് കോൾഡ് ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട്. അപ്പോൾ നമുക്കിവിടെ മിനിമം റെന്റ് ആക്ച്വൽ റോയൽറ്റിനെക്കാട്ടി കൂടുതലാണെന്ന് പറയുവാണെങ്കിൽ അവിടെ നമുക്ക് ലെസ്സിയുടെ കേസിൽ എന്ത് വരുന്നുണ്ട്, ലെസ്സിക്ക് അവിടെ ഷോർട്ട് വർക്കിംഗ് വരുന്നുണ്ട് അല്ലേ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻ ആണെങ്കിൽ ആ ഡിഫറൻസ് എത്രയാണോ ഷോർട്ട് വർക്കിംഗ് വരുന്നത് അത് നമ്മൾ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക, അല്ലെങ്കിൽ റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ഇൻ ദ ബുക്സ് ഓഫ് ലെസ്സർ. ഇപ്പോൾ രണ്ട് പേരിൽ നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഒന്നെങ്കിൽ നമ്മളത് ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് ആയിട്ട് കാണിക്കാം, അല്ലെങ്കിൽ അതെന്ത് ചെയ്യാം, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ആയിട്ട് കാണിക്കാം. ഏത് പേരിൽ കാണിച്ചു കഴിഞ്ഞാൽ ഓക്കെയാണ്. അപ്പം നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്, ഷോർട്ട് വർക്കിംഗ് വരുവാണെങ്കിൽ ആ ഷോർട്ട് വർക്കിംഗ് എമൗണ്ട് ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം.
ഇനി റീകൂപ്മെന്റ് വരുന്ന കാര്യമാണ് പറയുന്നത്. ലേറ്റർ വെൻ ദർ ഈസ് എൻ എക്സസ് ഓഫ് ആക്ച്വൽ റോയൽറ്റി ഓവർ മിനിമം റെന്റ്. ഇപ്പൊ റോയൽറ്റി കൂടുതലാവാണ് മിനിമം റെന്റിനെ കാട്ടി കൂടുതൽ. അപ്പോഴാണെന്നല്ലോ നമ്മൾ റീകൂപ്പ് ചെയ്യുന്നത്. ദ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഓർ റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ഇസ് ഡെബിറ്റഡ് ആസ് ദ കേസ് മേ ബി. അങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ടോ അല്ലെങ്കിൽ ഏതാ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ടോ ഏതാ നമ്മൾ ക്രിയേറ്റ് ചെയ്തത്, അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്യുവാണ് ചെയ്യുന്നത്. എനി ഇറിക്കവറബിൾ എമൗണ്ട് നമ്മൾ റിക്കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഡെബിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. റിക്കവർ ചെയ്യാൻ പറ്റാത്തത് എന്നുവെച്ചാൽ ഇത്ര ഇയർ കഴിഞ്ഞ് നമുക്ക് ഇനി റിക്കവർ ചെയ്യാൻ പറ്റുന്ന എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇറിക്കവറബിൾ പാർട്ട് വന്നിട്ടില്ലേ, നമ്മൾ നേരത്തെ പഠിച്ചപ്പോൾ എന്താ ചെയ്തത്? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ലോസ് ആയിട്ട് നമ്മൾ ഡെബിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു അല്ലേ. ഇവിടെ വരുവാണെങ്കിൽ എനി ഇറിക്കവറബിൾ എമൗണ്ട് ഇൻ ദ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഈസ് ട്രാൻസ്ഫർ ടു ദ ക്രെഡിറ്റ് ഓഫ് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ലെസ്സർ. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ ഇവിടെ ക്രെഡിറ്റിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. നേരത്തെ നമ്മൾ ലെസ്സിയുടെ കേസിൽ ലെസ്സിക്ക് അത് ലോസ് ആയിരുന്നു അല്ലേ, അത്രയും നമ്മൾ ലോസ് നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റില്ല, റൈറ്റ് ഓഫ് ആണ്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അത്രയും റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ലെസ്സറിനത് ഒരു ഗുണമുള്ള കാര്യമാണ് അല്ലെ, ഇൻകം ആയിട്ട് വരുവാണ്. അങ്ങനെയാണെങ്കിൽ ആ പാർട്ട് നമ്മൾ എന്ത് ചെയ്യും? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് സൈഡിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. ഇതാണ് അക്കൗണ്ടിങ് ട്രീറ്റ്മെന്റ്. ജേർണൽ എൻട്രീസ് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ജേർണൽ എൻട്രീസ് നോക്കാം. ഒന്നാമത്തെ എൻട്രീസ് വെൻ റോയൽറ്റീസ് ലെസ് ദാൻ മിനിമം റെന്റ്. മിനിമം റെന്റും കാട്ടും കുറവാണ് റോയൽറ്റി വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വർക്കിംഗ് വരുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ. അപ്പോൾ ഷോർട്ട് വർക്കിംഗ് വരുന്ന സിറ്റുവേഷനിൽ നമ്മൾ ജേർണൽ എൻട്രീസ് നോക്കാം. നേരത്തെ ഉള്ള എൻട്രി ഓർമ്മിക്കണം, നോർമൽ വരുന്ന എൻട്രി നമ്മൾ ഓർമ്മിക്കണം. ലെസ്സറിന്റെ കേസിൽ അതിൽ കുറച്ച് ചേഞ്ചസേ വരുന്നുള്ളൂ. അപ്പം നമ്മൾ നോർമൽ വരുന്ന കേസിൽ നമ്മൾ എന്താ എൻട്രി, ഒന്നാമത്തെ എൻട്രി എന്തായിരുന്നു? ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ കഴിഞ്ഞിട്ട് ഒരു പാർട്ടും കൂടി എഴുതണം, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട്, ഏതെങ്കിലും ഒരു പേര് എഴുതിയാൽ മതി. അപ്പം നമുക്ക് ലെസ്സി എന്ന് പറഞ്ഞിട്ട് മിനിമം റെന്റ് അക്കൗണ്ടിന്റെ വാല്യൂ ആണ് എഴുതേണ്ടത് ഇവിടെ. അപ്പം മിനിമം റെന്റ് അക്കൗണ്ടും റോയൽറ്റിയും തമ്മിൽ വ്യത്യാസമുണ്ട് അല്ലേ. അപ്പം ടു റോയൽറ്റി റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്ച്വൽ റോയൽറ്റി മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അപ്പം ആക്ച്വൽ റോയൽറ്റി നമ്മൾ ടു റോയൽറ്റി റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് എഴുതാം. ലെസ്സി എന്ന് പറഞ്ഞിട്ട് മിനിമം റെന്റ് അക്കൗണ്ടിലെ വാല്യൂ ആണ് എഴുതുന്നത്. അപ്പം മിനിമം റെന്റ് അക്കൗണ്ടിലെ വാല്യൂ ആയിരിക്കും കൂടുതൽ, ആക്ച്വൽ റോയൽറ്റി കുറവായിരിക്കും. അതാണല്ലോ ഷോർട്ട് വർക്കിംഗ് വന്നത്. അപ്പോൾ ആ ഡിഫറൻസ് നമ്മൾ ഷോർട്ട് വർക്കിംഗ് എന്തായിട്ട് കാണിക്കണം? ടു റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ക്രെഡിറ്റ് സൈഡിൽ കാണിക്കാം. ഒന്നാമത്തെ എൻട്രി ഓക്കെ അല്ലേ. നമ്മൾ നേരത്തെ എഴുതിയ ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ ആണ്, ഇവിടെ ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ ടു റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട്. ഒന്നാമത്തെ എൻട്രിയിൽ അതാണ് വ്യത്യാസം വരുന്നത്. ടു റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ടു ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട്, അതൊരു കൂടുതലായിട്ട് വരുന്നുണ്ട് ക്രെഡിറ്റ് സൈഡിൽ. രണ്ടാമത്തെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ എമൗണ്ട് റിസീവ് ചെയ്യുന്ന എൻട്രി ആണ് അല്ലേ. അപ്പോൾ എമൗണ്ട് റിസീവ് ചെയ്യുമ്പോൾ നേരത്തെ എഴുതിയ അതേ എൻട്രി തന്നെ ബാങ്ക് അക്കൗണ്ട് ടു ലെസ്സി എന്ന് പറഞ്ഞിട്ട് അതിലൊരു വ്യത്യാസം വരുന്നില്ല രണ്ടാമത്തെ എൻട്രിയിൽ. അല്ലെ മൂന്നാമത്തെ എൻട്രി നമ്മൾ നേരത്തെ പഠിച്ചത് റോയൽറ്റി റിസീവബിൾ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ആണ്, ഇവിടെയും അത് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആകെ നമുക്ക് വന്ന വ്യത്യാസം എന്താണ്? ഒന്നാമത്തെ എൻട്രിയിൽ നമ്മൾ ലെസ്സി എന്ന് പറഞ്ഞിട്ട് മിനിമം റെന്റ് അക്കൗണ്ടിന്റെ വാല്യൂ എഴുതാം, റോയൽറ്റി റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ആക്ച്വൽ റോയൽറ്റിയുടെ വാല്യൂ എഴുതാം. അങ്ങനെയാണ് നമ്മൾ സാധാരണ എൻട്രി പഠിച്ചത്. അപ്പോൾ ആ എൻട്രി എഴുതാം, എന്നിട്ട് ആ ഡിഫറൻസ് എന്തായിട്ട് കാണിക്കാം? ഒന്നിക്ക് റോയൽറ്റി സസ്പെൻസ് അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് എന്ന് കാണിക്കാം. ബാക്കി എൻട്രി ഒക്കെ സെയിം തന്നെ. ഇപ്പോൾ ഷോർട്ട് വർക്കിംഗ് വന്നപ്പോഴുള്ള എൻട്രി നമ്മൾ എഴുതി. ഇനി ഷോർട്ട് വർക്കിംഗ് റിക്കവർ ചെയ്യുവാണ്. ഇപ്പോൾ ഷോർട്ട് വർക്കിംഗ് റിക്കവർ ചെയ്യുവാണെങ്കിൽ നമ്മൾക്ക് എൻട്രീസ് നോക്കാം. ഒന്നാമത്തെ ഫോർ ദ ആക്ച്വൽ എമൗണ്ട് ഓഫ് റോയൽറ്റി. ഇപ്പോൾ റോയൽറ്റിയുടെ നോർമൽ എമൗണ്ടിൻ്റെ എൻട്രി ആണ്, നമ്മൾ നേരത്തെ പഠിച്ച എൻട്രി തന്നെയാണ് ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ. ഇവിടെ നമുക്ക് എന്തില്ല? ഷോർട്ട് വർക്കിംഗ് ഇല്ല. ഷോർട്ട് വർക്കിംഗ് ഇല്ലാത്തപ്പോഴാണല്ലോ നമുക്ക് ഷോർട്ട് വർക്കിംഗ് റിക്കവർ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ. ഷോർട്ട് വർക്കിംഗ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ റോയൽറ്റി എമൗണ്ട് ആണ് മിനിമം റെന്റ് അക്കൗണ്ടിനെക്കാട്ട് കൂടുതൽ വരുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച അതേ എൻട്രി തന്നെ ഒന്നാമത്തെ എൻട്രിയിൽ വ്യത്യാസം ഇല്ല. അപ്പോൾ ഒന്നാമത്തെ എൻട്രിയിൽ വ്യത്യാസം എപ്പോഴാണ് വരുന്നത്? നമുക്ക് ഷോർട്ട് വർക്കിംഗ് വരുന്ന സമയത്ത് ഒന്നാമത്തെ എൻട്രിയിൽ വ്യത്യാസം വരുള്ളൂ. ഷോർട്ട് വർക്കിംഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒന്നാമത്തെ എൻട്രിയിൽ വ്യത്യാസമില്ല. ഇപ്പോൾ ഇവിടെ ഷോർട്ട് വർക്കിംഗ് അല്ല വരുന്നത്, നമുക്ക് റോയൽറ്റി കൂടുതലാണ് വരുന്നത്. ഇപ്പോൾ റോയൽറ്റി കൂടുതലാകുന്ന സാധാരണ എഴുതുന്ന എൻട്രി ചെയ്താൽ ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ എൻട്രി എഴുതി. രണ്ടാമത്തെ എൻട്രി എഴുതുന്ന സമയത്ത് നമ്മൾ നോർമലി എഴുതിയ എൻട്രി എന്തായിരുന്നു? ബാങ്ക് അക്കൗണ്ട് ടു ലെസ്സി ആയിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ ബാങ്ക് അക്കൗണ്ട് ടു ലെസ്സി അല്ലാതെ അതിൻ്റെ അകത്ത് ഒരു പാർട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിപ്പം ഇത്ര എമൗണ്ട് ഇപ്പോൾ 10,000 ആണ് നമുക്ക് ശരിക്കും ഡ്യൂ ആയിരിക്കുന്ന എമൗണ്ട്. പക്ഷെ അതിൻ്റെ അകത്ത് ഒരു പാർട്ട് നമ്മൾ അവർക്ക് ഷോർട്ട് വർക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുവാണ്. അപ്പോൾ ആ പാർട്ടിന് നമ്മൾ എന്ത് ചെയ്യണം? റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് എഴുതിയിട്ടുണ്ട്. അതിനെ നമ്മൾ ഡെബിറ്റ് ചെയ്ത് കാണിക്കാം.
എൻട്രി ഇങ്ങനെ വ്യത്യാസം വരും. നോർമൽ നമ്മൾ എഴുതുന്ന എൻട്രി ബാങ്ക് അക്കൗണ്ട് ലെസ്സി എന്ന് പറഞ്ഞിട്ടാണ്. ഇപ്പം ലെസ്സി എന്ന് പറഞ്ഞിട്ട് നമ്മൾ ടോട്ടൽ എമൗണ്ട് ഡ്യൂ ആയ എമൗണ്ട് എഴുതും. ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആക്ച്വലി റിസീവ് ചെയ്ത എമൗണ്ട് എഴുതും. അപ്പോൾ അവിടെ ഡിഫറൻസ് വരും. ആ പൈസ അവരെവിടെ കൊണ്ടുപോയി വെച്ചു? അവരെ ഷോർട്ട് വർക്കിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി അവരെടുത്തു അല്ലേ. അപ്പം നമുക്ക് ഡെബിറ്റ് സൈഡിൽ ആ വ്യത്യാസം വരും. ആ വ്യത്യാസം എടുത്തിട്ട് റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട്, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ എന്താ എഴുതിയത്? ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് ആണെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. അപ്പം നമ്മൾ റിക്കവർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ എൻട്രിയിലാണ് നമുക്ക് വ്യത്യാസം വന്നത്. ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ എൻട്രി നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ റോയൽറ്റി റിസീവബിൾ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ റോയൽറ്റിയുടെ എമൗണ്ട് നമ്മൾ എന്ത് ചെയ്തു? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആയിട്ട്, ഇവിടെ ലെസ്സർ ആണ് എഴുതുന്നത്, ലാൻഡ് ലോഡാണ് എഴുതുന്നത്. ലാൻഡ് ലോഡിന്റെ എമൗണ്ട് റിസീവ് ചെയ്യുന്നതാണ് ഇൻകം ആണ്. അപ്പം നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ അത് ക്രെഡിറ്റ് സൈഡിൽ കാണിച്ചു. ഇഫ് എനി എമൗണ്ട് ബിക്കംസ് ഇർറിക്കവറബിൾ ടു ദ ലെസ്സി ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ടു ദ ലെസ്സർ. ഇപ്പം എന്തെങ്കിലും എമൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലേ, ഇർറിക്കവറബിൾ ആയിട്ട് വരുവാണെങ്കിൽ അത് ലെസ്സിക്ക് ലോസ് ആണ്, പക്ഷെ ലെസ്സറിന് അത് പ്രോഫിറ്റ് ആണ്. അപ്പോൾ ഇറ്റ് ഈസ് എ പ്രോഫിറ്റ് ടു ദ ലെസ്സർ, ദ സെയിം ഈസ് ട്രാൻസ്ഫർ ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ അത് നമ്മൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഇൻകം ആണെങ്കിൽ നമ്മൾ എവിടെ ട്രാൻസ്ഫർ ചെയ്യണം? ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട്, ഏതാണ് അതിൻ്റെ കേസ് എന്ന് പറഞ്ഞാൽ അത് എഴുതാം ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പം നിങ്ങൾ ഇവിടെ ആലോചിക്കേണ്ട, ഇവിടെ വ്യത്യാസം വരുന്ന ഒന്നാമത് നമുക്ക് ഷോർട്ട് വർക്കിംഗ് വരുവാണ്. ഷോർട്ട് വർക്കിംഗ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ടു റോയൽറ്റി സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് ഒന്നാമത്തെ എൻട്രിയിൽ എഴുതി അല്ലേ. അതാണ് ഒന്നാമത്തെ എൻട്രിയിൽ വരുന്ന വ്യത്യാസം. ഇനി അത് നമ്മൾ ക്രെഡിറ്റിൽ എഴുതിയത് ടു റോയൽറ്റി സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട്. ഇനി ഷോർട്ട് വർക്കിംഗ് റിക്കവർ ചെയ്യുന്ന സമയത്ത് ആ റിക്കവർ ചെയ്യുന്ന അത്രയും പാർട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റിൽ എഴുതണം രണ്ടാമത്തെ എൻട്രിയിൽ. പൈസ റിസീവ് ചെയ്യുന്ന ആ സമയത്ത് ഡെബിറ്റിൽ എഴുതി. അപ്പോൾ ഈ ക്രെഡിറ്റിൽ എഴുതി അതിൻ്റെ കുറച്ച് പാർട്ട് ഡെബിറ്റിൽ എഴുതി, അത്രയും എമൗണ്ട് റിക്കവർ ചെയ്തു. ഇനി ഇതിൻ്റെ ഡിഫറൻസ് അതാണല്ലോ ഇറിക്കവറബിൾ പാർട്ട്. അപ്പോൾ ആ ഇറിക്കവറബിൾ പാർട്ട് എന്തെങ്കിലും വരുവാണെങ്കിൽ അത് എവിടെ എഴുതണം? റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് അതിന് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ ഈ 3 സ്ഥലത്താണ് ഒരേ അക്കൗണ്ട് മാത്രമേ ഓപ്പൺ ചെയ്യുന്നുള്ളൂ നമ്മൾ, റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് ഡ്യൂ ആകുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോർട്ട് വർക്കിംഗ് വരുന്ന സമയത്ത് ഒന്നാമത്തെ എൻട്രിയിൽ നമ്മൾ ടു റോയൽറ്റി സസ്പെൻസ് അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് പറഞ്ഞിട്ട് എഴുതുന്നു. റിക്കവർ ചെയ്യുന്ന സമയത്ത് രണ്ടാമത്തെ എൻട്രിയിൽ റോയൽറ്റി സസ്പെൻസ് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നു. ഇനി അതിൽ നമുക്ക് റിക്കവറബിൾ പാർട്ട് ഉണ്ടെങ്കിൽ മാത്രം, എല്ലാ പ്രാവശ്യവും എൻട്രി കൊണ്ട് എഴുതി വെക്കാൻ പാടില്ല. ഈ റിക്കവറബിൾ പാർട്ട് ഉണ്ടെങ്കിൽ മാത്രം അതിനെന്ത് ചെയ്യാം? പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി നെക്സ്റ്റ് നമുക്ക് ഇത് സെക്കൻഡ് കേസിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. വെൻ ദ ആക്ച്വൽ റോയൽറ്റീസ് ഈക്വൽ ടു ഓർ മോർ ദാൻ മിനിമം റെന്റ് ആൻഡ് ദർ ഇസ് നോ റീകൂപ്മെന്റ് ഓഫ് ഷോർട്ട് വർക്കിംഗ്. ഇപ്പം നമുക്ക് ആക്ച്വൽ റോയൽറ്റി നമ്മളെ മിനിമം റെന്റിന്റെ അത്രയോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ആണ് വരുന്നത്, പക്ഷെ അവിടെ നമുക്ക് ഷോർട്ട് വർക്കിംഗ് റീകൂപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആലോചിക്കുക, ഷോർട്ട് വർക്കിംഗ് വരുമെന്നുണ്ടെങ്കിലും അത് റീകൂപ്പ് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ അതിൽ റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് വെച്ച് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സംഭവം അങ്ങ് ഒഴിവാക്കിയേക്കാം. നമ്മൾ നേരത്തെ ചെയ്ത ഫസ്റ്റ് കേസിൽ പറഞ്ഞ അതേ എൻട്രീസ് എഴുതാം. അപ്പം അവിടെ മിനിമം റെന്റ് കൂടുതലാണോ കുറവാണോ എന്നുള്ളതെല്ലാം നമ്മുടെ എൻട്രി വ്യത്യാസപ്പെടാനുള്ള ബേസ് ആയിട്ട് വരുന്നത്. എന്താ ബേസ് ആയിട്ട് വരുന്നത്? റീകൂപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ. റീകൂപ്പ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഇനി റീകൂപ്പ് ചെയ്യുന്ന കാര്യമൊന്നും പറയുന്നില്ല. അത് റീകൂപ്പ് ചെയ്യണ്ടെങ്കിൽ നമ്മളവിടെ മിനിമം റെന്റ് കൂടുതലാണോ കുറവാണോ ഒന്നും നോക്കി എൻട്രി മാറ്റണ്ട. എൻട്രി സെയിം എഴുതാം, നേരത്തെ പറഞ്ഞ എൻട്രി തന്നെ. നമ്മളെ റോയൽറ്റി ഡ്യൂ ആകുന്ന സമയത്ത് എന്ത് ചെയ്യാം? ലെസ്സി ടു റോയൽറ്റി റിസീവബിൾ ഒന്നാമത്തെ എൻട്രി അല്ലേ. അതേപോലെ തന്നെ രണ്ടാമത്തെ എൻട്രി പറഞ്ഞ എമൗണ്ട് റിസീവ് ചെയ്യുന്ന സമയത്ത് ബാങ്ക് അക്കൗണ്ട് ടു ലെസ്സി എന്ന് പറഞ്ഞിട്ട് ആ എൻട്രി എഴുതാം. മൂന്നാമത്തെ എൻട്രി നമ്മൾ സാധാരണ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ ഇൻകം സൈഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന എൻട്രി റോയൽറ്റി റിസീവബിൾ അക്കൗണ്ട് ടു പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട് ആ എൻട്രി അതേപോലെ തന്നെ എഴുതാം. അപ്പോൾ വ്യത്യാസം നമുക്ക് എപ്പോഴാണ് വരുന്നത്? റീകൂപ്പ് ചെയ്യുവാണെന്ന് പറയുവാണെങ്കിൽ മാത്രം. നമ്മൾ ലെസ്സിന്റെ കേസിൽ എഴുതുന്ന സമയത്ത് നമുക്ക് മിനിമം റെന്റ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ മിനിമം റെന്റ് അക്കൗണ്ട് വെച്ച് ഓപ്പൺ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷെ ഇവിടെ അങ്ങനത്തെ കേസ് ഒന്നും വരുന്നില്ല. ആകെ 2 സിറ്റുവേഷനേ വരുന്നുള്ളൂ. ഒന്ന് റീകൂപ്മെന്റ് ഉണ്ടോ, റീകൂപ്മെന്റ് ഇല്ലേ. അതിനനുസരിച്ച് നമ്മൾ എൻട്രി അഡ്ജസ്റ്റ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് റോയൽറ്റി അക്കൗണ്ടിൽ ലെസ്സറിന്റെ അല്ലെങ്കിൽ ലാൻഡ് ലോഡിൽ ബുക്സിൽ വരുന്ന ജേർണൽ എൻട്രീസ് ആണ്. നമ്മൾ ഇതുവരെ ചെയ്തതൊക്കെയും ലെസ്സിയുടെ ബുക്സിൽ വരുന്ന ജേർണൽ എൻട്രീസ് ആയിരുന്നു. അതിന്റെ പ്രോബ്ലംസ് ഒക്കെ ഏകദേശം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ലെസ്സറിന്റെ ബുക്സിലെ ജേർണൽ എൻട്രീസ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ലെസ്സറിന്റെ ബുക്സിൽ നമ്മൾ 3 സിറ്റുവേഷനും എഴുതിയിട്ടുണ്ട്. ഒന്നാമത്തെ മിനിമം റെന്റിന്റെ ക്ലോസ് ഇല്ലെങ്കിലുള്ള സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിലുള്ള എൻട്രീസ് 3 എൻട്രീസ് നമ്മൾ പഠിച്ചു. രണ്ടാമത്തത്
റീകൂപ്മെന്റ് വരുവാണെങ്കിൽ ഉള്ള സിറ്റുവേഷൻ ആണ്. അപ്പോൾ അതിൽ ഓരോ കേസസിലുള്ള എൻട്രീസ് ആയിട്ട് നമ്മൾ പ്രത്യേകം പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ റീകൂപ്മെന്റ് ഷോർട്ട് വർക്കിംഗ് വരുന്ന സമയത്ത്, റീകൂപ്പ് ചെയ്യുന്ന സമയത്ത് ഒക്കെ പറഞ്ഞിട്ട് നമ്മൾ എൻട്രീസ് പഠിച്ചു. ഇനി മൂന്നാമത്തെ കേസ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഷോർട്ട് വർക്കിംഗ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ നമുക്ക് റീകൂപ്മെന്റ് ഇല്ല. അപ്പോൾ റീകൂപ്മെന്റ് ഇല്ലെങ്കിൽ നമ്മൾ ഒന്നാമത്തെ കേസിൽ പഠിച്ച അതേ എൻട്രി തന്നെ മൂന്നാമത്തെ കേസിലും വരുന്നത്. അപ്പോൾ മൂന്നാമത്തെ കേസും സെയിം എൻട്രിയാണ്. രണ്ടാമത്തെ കേസിൽ മാത്രമേ നമുക്ക് വ്യത്യാസം വരുന്നുള്ളൂ. ആ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആകെ ഒരു വ്യത്യാസമേ ഉള്ളൂ, നമ്മൾ റോയൽറ്റി സസ്പെൻസ് അക്കൗണ്ട് അല്ലെങ്കിൽ ഷോർട്ട് വർക്കിംഗ് സസ്പെൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലം ആയിട്ട് നമുക്ക് ചെയ്യാം, അപ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇപ്പോൾ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഇതുവരെയുള്ള എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കൂടി വീണ്ടും കാണാം. അതുവരയ്ക്കും ഹാപ്പി ലേണിംഗ്.